ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയായിട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ വി പറഞ്ഞ ഒരു ഡോക്ടറാണ്, ഫേമസ് ഡോക്ടർ, കൊറിയാണ്. നമ്മളെ ഹീറോയിൻ്റെ പേര് മിയ. മിയ പറഞ്ഞ ഒരു മോഡലാണ്. മിയൻ്റെ ഡാഡി വിളിക്കുമായിരുന്നു മിയനോട്. മിയ, എൻ്റെ ഡാഡി എല്ലാം മോളെ ഓഫീസിൽ, അത് മിയൻ്റെ ഡാഡി പറഞ്ഞ ഒരു ഫാഷൻ കമ്പനിയാണ് റൺ ചെയ്യുക. നിറയെ മിയ വെച്ചിട്ട് ഡ്രസ്സ് ഉണ്ടാക്കാം. മിയാണ് ആ ഡ്രസ്സിൽ മോഡലായിട്ട്. മിയ ഡാഡിക്ക് ഹെൽപ്പ് ചെയ്യാണ്. മിയാണ് അതുമാത്രമല്ല കമ്പനി റൺ ചെയ്യും. പിന്നെ മിയ ഡാഡി മിയ ഫാഷൻ പഠിച്ചിരുന്നു. ഡാഡി ഞാൻ പോവാണോ ഹോസ്പിറ്റലിലേക്ക് എന്നെ മിയ പറയായിരുന്നു. ഇത് കേട്ട് മിയയുടെ ഡാഡിക്ക് ഷോക്കായിരുന്നു. എന്തിനാ മിയ പോകുന്നത്? എന്ത് പറഞ്ഞിട്ടുണ്ട് ഡാഡി? അമ്മ പറയായിരുന്നു. മിയ പറയായിരുന്നു, മമ്മി പറയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോവാനെന്നിട്ട്. എന്തിനാ മിയ പോകുന്നത്? ഗ്രാൻഡ് മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞായിരുന്നു. മറന്നു ഡാഡി? ഇപ്പം ഡാഡി ഷോക്കായിരുന്നു. എൻ്റെ മമ്മി വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞതാ. മോളെ ആരാ? ഡാഡിനും മമ്മീനെ. ഡാഡി വരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഓഫീസുകാരനെ നോക്കാം മോളെ, നീ പോയിക്കോ മമ്മീനെ വിളിച്ചോണ്ട്. ശരി ഡാഡി. ഗ്രാൻഡ് മാ, ആരിത്? മിയാണോ? അതെ ഗ്രാൻഡ് മാ, കൂടെ വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. വേണ്ട മോളെ, വയ്യ ഗ്രാൻഡ് മാക്ക്. പറഞ്ഞൊക്കെ ഗ്രാൻഡ് മാ വാ എന്ന് പറഞ്ഞ് മിയൻ്റെ മമ്മിയും മിയൻ്റെ അനിയനും കൂടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല മിയൻ്റെ ചേട്ടനാണ് വലിയ കാറാണ്. ആ കാറോട്ടൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരുന്നു. ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന് മിയ പറയായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടി. മിയ പറയായിരുന്നു, ചെക്കിങ് ചെയ്യണോ? അല്ല ഡോക്ടർ മിയ പറയുന്നു, മമ്മി മാത്രം പോയിക്കോ എന്ന് പറഞ്ഞു. ചെക്ക് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞായിരുന്നു. മമ്മി പറയായിരുന്നു, മോളെ ഇവിടെ ഇരിക്കട്ടെ ഗ്രാൻഡ് മാ, ഞാൻ പോയിട്ട് കൊണ്ടുവരാം. എൻ്റെ ഹീറോയിൻ്റെ ചേട്ട പറയായിരുന്നു, അമ്മേ ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ചേട്ടൻ എടുത്തോണ്ട് പോയിരുന്നു. ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറയായിരുന്നു. അങ്ങനെ എല്ലാം ചെക്കിങ് ചെയ്ത് കാരണം ഹീറോയിൻ്റെ ചേട്ടനും മമ്മിയും മാത്രം അകത്ത് പോയതായിരുന്നു. അങ്ങനെ വേറെ ആരും വരാൻ കാര്യം എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഡോക്ടർ, ഒന്നുമില്ലപ്പാ, ആൻറ്റിക്ക് ഗ്രാൻഡ് മക്ക് കുറച്ച് ഇതായത് പ്രശ്നമായത്. അതിന് ഇങ്ങനെയായിട്ട് വി ആയിരുന്നു ഡോക്ടർ. വി പറഞ്ഞു കൊടുക്കായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. എല്ലാവരും വി ചിരിച്ചിട്ട് പറയായിരുന്നു. അതുകൊണ്ട് എല്ലാ പ്രശ്നവും സോൾവ് ആവുമായിരുന്നു. വീടിൻ്റെ ഹെയർ സ്റ്റൈൽ ഇതേമാതിരി ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ എന്ന് സംസാരിച്ച് വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ വീണ്ടും ജോലിയെല്ലാം കഴിഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ മമ്മി പറയായിരുന്നു, വി പറഞ്ഞു കുറച്ച് നാളിൽ ഇവിടെ അഡ്മിറ്റ് ആവണോ എന്ന് പറയുന്നു. വീടെ നടന്നു പോകുമ്പോൾ ഹീറോയിൻ ഡോക്ടർ ഡോക്ടർ എന്ന് പറഞ്ഞ് നമ്മളെ ഹീറോയ്ക്ക് ഒരു ഡൗട്ടുണ്ട്. ഡോക്ടർ അകത്തിൻ്റെ വരുന്ന കണ്ടിട്ട് ഒരേ പേരൊക്കെയും ടൈം ആരാ എന്ന് പറയായിരുന്നു. നോക്കാന്ന് പറഞ്ഞാൽ വി ഇറങ്ങി വരായിരുന്നു. മാസ്ക് ഒന്നിട്ട് വി മാസ്ക് ഊറിയിട്ട് അവിടെ നിന്ന് കളഞ്ഞിട്ട് വി പോകാൻ തുടങ്ങി. ഇത് കണ്ട് നമ്മളെ ഹീറോയിൻ ഫ്ലാറ്റായിരുന്നു. വാട്ട് ഹാൻസം എന്ന് പറയണം. നമ്മളെ മിയ പറഞ്ഞ അതെ മിയക്ക് പറഞ്ഞ വി പറഞ്ഞ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. എത്ര ഹാൻസമായിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നമ്മളെ കഥനായകി മിയ വായിട്ട് ജൊല്ലിട്ട് സൈറ്റ് അടിക്കായിരുന്നു. അതുമാത്രമല്ല നമ്മളെ മിയ പറഞ്ഞ നല്ല ക്യൂട്ടായിട്ടുള്ള ഗേളാണ്. മിയൻ്റെ ഡാഡി പറഞ്ഞ ഇന്ത്യയാണ്, മമ്മി കൊറിയനാണ്. ഇപ്പോൾ കൊറിയനാണ് സെറ്റിലായത്. അതേമാതിരി പാതി ഇന്ത്യൻ പാതി കൊറിയനാണ്. മിയ ജോലി വിട്ട് സൈറ്റ് അടിക്കാറ്. മിയക്ക് പറഞ്ഞ ഫുൾ നെയിമുണ്ട്. അതുപോലെ കൊറിയൻ നെയിം മിയ, ഇന്ത്യൻ നെയിം പ്രിയ. നമ്മളെ ഹീറോയിൻ സൈറ്റ് അടിക്കാറുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് നമ്മളെ മിയ വായിട്ട് ജോലി വിട്ട് സൈറ്റ് അടിക്കായിരുന്നു. എല്ലാവരും ക്ലാസ്സിൽ മാത്രം ചുമ്മാ മിയാന്ന് വിളിക്കായിരുന്നു. ഹീറോയിൻ്റെ യഥാർത്ഥ പേര് പ്രിയ. എന്ന് വായോളി ജൊള്ളു വിട്ട് സൈറ്റ് അടിക്കായിരുന്നു ഹീറോയിൻ എന്ന് പറയുന്നത്. ഹീറോയിൻ്റെ അയ്യ പറയായിരുന്നു. അതുമാത്രമല്ല ഹീറോയ്ക്ക് ഒരു കോൾ വന്നു. ഹലോ ചേച്ചി, ഞാനിവിടെ ഉള്ളത് സ്കൂളിലുള്ള, വേഗം വാ എന്ന് പറയുന്നു. എടാ ചേട്ടാ ഞാൻ പോവാ. ചേട്ടാ പറയായിരുന്നു, മോളെ ഞാൻ കൂടെ വരാം. എടാ ഇവിടെ നോക്കിയോ. ശരി. ഹീറോയിൻ്റെ അനിയൻ പറഞ്ഞ 12th പഠിക്കുന്നത്. ഹീറോയിൻ്റെ അനിയൻ പറഞ്ഞ
ചേട്ടനല്ല ഹീറോയിൻ്റെ പറഞ്ഞ അനിയൻ പറഞ്ഞ 12th, അനിയത്തി പറഞ്ഞ 10th. എന്നിട്ട് ഹീറോയിൻ കൊണ്ടുവന്നായിരുന്നു. ചേച്ചി എന്ന് പറയണം. ഹീറോയിൻ നടന്ന കാര്യം പറയാനിട്ടു. ഓഹോ, കഥ അങ്ങനെ പോന്നാ പോടി, അങ്ങനെ ഒന്നും പറയണ്ട. ഹീറോ ഷൈ ആവാൻ തുടങ്ങിയായിരുന്നു. എന്നിട്ട് വീണ്ടും ഒന്ന് വെറുപ്പിത്തായിരുന്നു. പോ ചേച്ചി എന്ന് അല്ല, പോ ചേച്ചി കോമഡി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു ഹീറോയിൻ. പിന്നെ ടേസ്റ്റ് പോകാൻ തുടങ്ങി. ഹീറോയിൻ പറഞ്ഞ ഫാഷൻ കമ്പനി വെച്ചിട്ട് റൺ ചെയ്യാമെന്ന്. അങ്ങനെ ആയിട്ട് ഹീറോയിൻ പറയുന്നു, എന്താ ചെയ്യാൻ എൻ്റെ മമ്മി പറയായിരുന്നു, അതെ നമ്മളെ മോക്കും മാരേജ് ചെയ്യിപ്പിക്കണം, ആലോചനയുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഫോട്ടോസ് എല്ലാം കൊടുത്തായിരുന്നു. ഹീറോയിൻ പറയുന്നു, മമ്മി എനിക്ക് ഇവിടെ ആരും ഇഷ്ടപ്പെട്ടില്ല. ഹീറോയിൻ അനിയന് പറയായിരുന്നു, അനിയനും അനിയത്തി പറയണം, ഞങ്ങൾ സെലക്ട് ചെയ്യാം, നല്ല ചോക്ലേറ്റായിട്ട് ഇങ്ങനെ ഉണ്ടാവണം, അങ്ങനെ ഉണ്ടാകുന്ന എല്ലാം പറഞ്ഞു കൊടുത്തായിരുന്നു. ഇത് കേട്ട മമ്മി എങ്ങോട്ട് എടുക്കാൻ പോവാ, ഡോക്ടറായിട്ട് എടുക്കണം എന്ന് പറയുന്നത്. നിറയെ ഫോട്ടോസ് കാട്ടിയിരുന്നു. അങ്ങനെയായിട്ട് ഏത് ചെക്കൻ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഹീറോയിൻ്റെ അനിയൻ കിടപ്പായിരുന്നു. അങ്ങനെയായിട്ട് അവർ സ്കൂൾ കവർ പോയായിരുന്നു. അതിനായിട്ട് മോനെ എന്താ മോൻ ഇതടാ ഫോട്ടോ, ഇത് ചേട്ടൻ കൊണ്ടുവന്നതാ, ഇതിൽ എനിക്ക് പിടിച്ച അതിൽ കുറേ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ഒരു ഫോട്ടോ കണ്ടായിരുന്നു. വാവ് ഇതാരാ എന്ന് പറയുന്നു. അതിൽ പേരുണ്ടായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടാ പേര് അതേമാതിരി ഉണ്ടോ, ഒരു വലിയ വി ആയിട്ടിരിക്കുമോ എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ കൺഫേം ആയിരുന്നു. മമ്മി എന്ന് വച്ചുണ്ടാക്കാം ഡാഡി എന്ന് പറഞ്ഞു. എല്ലാവരും തെച്ചു ഓടി വന്നു. എന്താടാ മമ്മി എനിക്കിത് ഓക്കെയാണ്, എന്താണ് നീ പറഞ്ഞത്? അതേ മമ്മി ഞാൻ പറഞ്ഞു മാത്രമേ ഉണ്ടു എന്ന് പറഞ്ഞ് ഹീറോയിൻ അനിയത്തിക്കും അനിയത്തിക്കും സന്തോഷമായിരുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നു. ഹീറോയുടെ കേൾക്കായിരുന്നു. ഹീറോയി പറയുന്നു, ഹീറോയ്ക്ക് സർപ്രൈസ് ആവട്ടെ എന്ന് പറയാറ്. ശരി ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ മാരേജ് ചെയ്ത് ഓക്കെ ആയിരുന്നു. വീക്കും ഓക്കെയാണ്. വീക്ക് ഭയങ്കര ബിസി ഉണ്ടായിരുന്നു. ഒരു ഫാമിലി സംസാരിക്കാൻ. ഇപ്പോൾ ഹീറോയിൻ്റെ വെഡ്ഡിങ് ആയിരുന്നു. ഹീറോയിൻ റെഡി ആയിട്ട് വന്നായിരുന്നു. അതേ കൊറിയർ സൈസാണ് മാരേജ് ആവുന്നത്. അങ്ങനെയായിട്ട് ഹീറോയിൻ വന്നായിരുന്നു. ഹീറോയിൻ പേര് പറഞ്ഞു. ഹീറോയിൻ കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ നോക്കുമ്പോൾ ഷോക്കായിരുന്നു ഹീറോയ്ക്ക്.